നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ONV സർ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ് അപർണ. എനിക്ക് ആദ്യം അപർണയുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വന്തം മുത്തശ്ശൻ എഴുതിയ കവിതകൾ ഇങ്ങനെ പാടാനും ചൊല്ലാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കവിത, അതിൻ്റെ ഒരു ഓർമ്മ, അത് പഠിച്ചതിൻ്റെ ഓർമ്മയോ അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഒരു കവിത, അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ കവിതകൾ ചിലത് എനിക്ക് സ്കൂളിൽ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും ആദ്യത്തെ ഗസ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നതും ആ ഒരു ടെൻഷനും ഒരു അഭിമാനവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. മുത്തശ്ശൻ അങ്ങനെ കവിത പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും ചൊല്ലാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴും ചൊല്ലി കേൾപ്പിക്കുമ്പോൾ കറക്ഷൻസ് എല്ലാം പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഉച്ചാരണം എല്ലാം അങ്ങനെ അതെല്ലാം നോക്കുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ ചൊല്ലുന്നത് മുത്തശ്ശൻ്റെ കവിത തന്നെയാണ്. അതെ, ഇത് ആ ഒരു കവിത നമുക്ക് വേണ്ടി തുടക്കം തന്നെ ആ ഒരു കവിതയിലൂടെ തുടങ്ങാം. കുഞ്ഞേടത്തെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, കുഞ്ഞേടത്തെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തു പൊട്ടും, ഈറൻ മുടിയിൽ എള്ളെണ്ണ മണം, ചില നേരമാ തുമ്പത്തൊരു പൂവും, കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിട്ടും മാറോടു ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും, കുഞ്ഞേടത്തെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. സോ താങ്ക് യു സോ മച്ച്. ഒരു കവിത ചൊല്ലി ഇന്നത്തെ എപ്പിസോഡ് ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നാരായണി, അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ, അതായത് കല്ലറ ഗോപൻ, അദ്ദേഹത്തിന് ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അപ്പം നാരായണി എന്ന മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? അച്ഛൻ്റെ കതിവനൂർ വീരനെ എന്ന് പറഞ്ഞ പാട്ട് എല്ലാവർക്കും അറിയാം. അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതേപോലെ ഒരു റിലീസ് ആവാത്തൊരു സോങ് ഉണ്ട്, അത് റിലീസ് ആവില്ല ഇനി. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ. ആകാശത്താമരകൾ ആനന്ദ ചിന്തനകൾ ആരറിവൂ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ, ആകാശത്താമരകൾ ആനന്ദ ചിന്തനകൾ ആരറിവൂ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ. നമുക്ക് വേണ്ടി നമ്മുടെ റെഡ് കാർപ്പറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് നാരായണി തന്നെ പാടി തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.